ഈ ഒരു മസാല കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് നമ്മൾ എന്നും ഉണ്ടാക്കാറില്ല കല്ലുമ്മക്കായില്ലേ, അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനുള്ള മസാലയാണേ. നമ്മളെപ്പോഴും നോർമലായിട്ട് മീനൊക്കെ പൊരിക്കുന്ന പോലെ അങ്ങ് കല്ലുമ്മക്കായി അങ്ങ് പൊരിച്ചെടുക്കുമല്ലേ, എന്നാലും ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു മസാല യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യില്ല. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ മസാലയാണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കല്ലുമ്മക്കായി ഒന്ന് നിറച്ച് സ്റ്റീം ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാം. നമ്മൾ ഉണ്ടാക്കാറുള്ളത് പച്ചരി കുതിർത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കലാണേ. എന്നിട്ട് ഇതാ കല്ലുമ്മക്കായി ഒന്ന് ക്ലീൻ ചെയ്ത് ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ട് സ്റ്റീം ചെയ്ത് വേവിച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത് ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ അവർക്ക് യൂസ്ഫുൾ ആവില്ലേ. എന്നിട്ടിതാ വെന്തതിന് ശേഷം ഇതേപോലെ തൊലിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ ഇതേപോലെ കുറച്ചൊന്ന് ഇറച്ചി കുറവായതുപോലെ ഉണ്ട്. കൊണ്ട് നന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലേക്ക് കിട്ടും. ഇനി ഇതാ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് കറിവേപ്പില കുറച്ച് അധികം വേണം കേട്ടോ. അതെടുത്തിട്ടുണ്ട്, മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ വറ്റൽ മുളക് ഒരു 4-5 എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മാത്രം മതി. പിന്നെ മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. നല്ലോണം കട്ടിയിലങ്ങ് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ എരിവൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വറ്റൽ മുളകും മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നോർമൽ നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഈ കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യുമ്പം ഓയിൽ കുറച്ചാവണ്ട കേട്ടോ, കുറച്ചധികം ഒഴിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് കരിയിച്ച് കളഞ്ഞ് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. പിന്നെ ഇതിനങ്ങാട്ടി മസാല വേണമെന്നുണ്ടെങ്കിൽ, നല്ല മസാല കല്ലുമ്മക്കായായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാകുമ്പം ഇതിൻ്റെ മേലേക്ക് ഒന്നും കൂടി നമ്മൾ അരച്ച് വെച്ച മസാല ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം മസാല ഉള്ളതായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ റമദാനിൽ നോമ്പുറിക്കാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര അങ്ങ് മസാല ആക്കിയിട്ടില്ല. അങ്ങനെ കൂടി ആക്കിയാൽ ഇതിനെക്കാട്ടും ടേസ്റ്റാണേ. പിന്നെ നിങ്ങളെപ്പോഴും ഞാനൊക്കെ ആദ്യമൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഉപ്പും മുളകും ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ സാധാ നോർമലാക്കി ഉണ്ടാക്കിയെടുക്കലില്ല. ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾ കഴിച്ചാലുണ്ടല്ലോ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രക്ക് സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറയുക, നിങ്ങൾ എന്തായാലും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി മസാലയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. കല്ലുമ്മക്കായ്ക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. എത്ര ഇറച്ചി കുറവാണെങ്കിലും എങ്ങനെയായാലും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.